കോഴിക്കോട് പേരാമ്പ്രയിൽ കാട്ടാനാക്രമണമുണ്ടായി. പേരാമ്പ്രയിലെ ബാബുവിനെ ഗുരുതരമായി പരിക്കേറ്റുവെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ രാത്രി 10:30 മണിക്കാണ് ഈ സംഭവം. ഷഹദ് റഹ്മാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും തത്സമയം ചേരുകയാണ്. ഷഹദ്, ഗുഡ് മോർണിംഗ്. ഈ ഇദ്ദേഹത്തിനേറ്റ പരിക്ക് ഗുരുതരമാണോ? എസ്കെൻ, വെരി ഗുഡ് മോർണിംഗ്. ഇദ്ദേഹത്തിനേറ്റ പരിക്ക് അത് കുറച്ച് ഗുരുതരമാണ്. പ്രത്യേകിച്ച് ഈ വാരിയെല്ല്, രണ്ട് ഭാഗത്തെയും വാരിയെല്ലിന് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ ഷോൾഡറിനും കാര്യമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 10:30 കൂടിയിട്ടാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഇവർ എസ്റ്റേറ്റിൽ 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ബാബു എന്ന് പറയുന്ന ഈ ഇദ്ദേഹം അവിടെ എസ്റ്റേറ്റിൽ ടാപ്പിംഗ് തൊഴിലാളിയാണ്. ഒപ്പം തന്നെ രാത്രി കാലങ്ങളിൽ കാട്ടാന ഇറങ്ങുന്ന ഘട്ടത്തിൽ വാച്ചറായിട്ടും ജോലി ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഇന്നലെ ജോലി ചെയ്യുന്നതിനിടയിൽ ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഇന്നലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് 2 പേരാണ്. ബാബുവും അദ്ദേഹത്തിന്റെ സുഹൃത്തുമാണ്. ചേട്ടന്റെ പേരെങ്ങനായിരുന്നു? ബിനു ചേട്ടനും ബാബു ചേട്ടനുമാണ് ഇന്നലെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ ആനേനെ ഓടിക്കുന്ന സമയത്ത് ആന ഇങ്ങോട്ട് നമ്മളെ ഓടിക്കുകയാണ്. ഓടിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ 2 പേരും ഓടിയപ്പം ഞാൻ മുന്നേ ഓടി, പുറകെ മൂപ്പരുണ്ടായിരുന്നു. മൂപ്പരെ ആനയെ തട്ടിയിടുക ചെയ്ത്. സ്ഥിരമായിട്ട് കാട്ടാൻ ഇറങ്ങുന്ന സ്ഥലമാണ്. ഇപ്പം നമ്മൾ ഇന്നലെ വൈകിട്ട് വിഷ്വലൊക്കെ കണ്ടു. സ്ഥിരമായിട്ട് കാട്ടാൻ ഇറങ്ങുന്ന സ്ഥലം. അപ്പം ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് എത്ര ആനകൾ ഉണ്ടായിരുന്നു? അന്ന സമയത്ത് 3 ആനയുള്ളത്. അതിനു മുമ്പ് 7 ആന ഉണ്ടായിരുന്നു. അത് താഴേക്ക് ഇറങ്ങിപ്പോയി. അതിനുശേഷം 3 ആന മേലെ തോട്ടത്തിനകത്ത് നിലയുറപ്പിച്ചു. അങ്ങനെ അതിനെ ഓടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിലാണ് സംഭവിച്ചത്. ഇപ്പം എന്താണ് ചേട്ടാ, ഇപ്പം ബന്ധുവാണ് താങ്കൾ, എന്താണ് ഇപ്പം പുള്ളിയുടെ ആരോഗ്യസ്ഥിതി എന്താണ്? സ്ഥിതി പറഞ്ഞാൽ ഒന്നും പറയാനായിട്ടില്ല. ഇപ്പോൾ 2 സൈഡിലെ വാരിയെല്ല് പൊട്ടിയിട്ടാണുള്ളതെന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അത് നീര് കുത്തിയെടുക്കാനുള്ളൊരു ചെറിയ സർജറി, പൈപ്പിട്ടിട്ട് ആ സർജറി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കഴുത്തിൻ്റെ ഈ സൈഡിൽ നല്ലൊരു ആഴത്തിലുള്ള മുറിയുണ്ട്. അത് ചേട്ടൻ പറഞ്ഞത് ആനയുടെ കൊമ്പ് കൊണ്ടതാണോ എന്നൊരു സംശയം ഉണ്ട്. അപ്പോൾ ചെറിയ കൊമ്പായിരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മൾ അവിടെ ഉണ്ടായിരുന്നില്ല. കൊമ്പുള്ളൊരു ആനയാണ്. ഇത്രയും കനത്തിൽ അത് ഇറങ്ങിയിട്ടുണ്ട്. അത് ആനേൻ്റെ കൊമ്പായിരിക്കും എന്നുള്ളൊരു സംശയമുണ്ട്. ചവിട്ടിയിട്ടുള്ളതെന്ന് മൂപ്പര് പറഞ്ഞു. പക്ഷേ എന്താ അതിൻ്റെ വെപ്രാളത്തിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാണെന്നോ തട്ടിപ്പാണെന്നൊന്നും അറിയില്ല. അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെയാണ് സ്കാൻ. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടി ഈ പേരാമ്പ്ര എസ്റ്റേറ്റിൽ ഏത് എസ്റ്റേറ്റിൻ്റെ പേര്? പേരാമ്പ്ര എസ്റ്റേറ്റ്. ഈ പേരാമ്പ്ര എസ്റ്റേറ്റിൽ ഇറങ്ങിയ ആനയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു അല്പസമയത്തിനകം തന്നെ. ആ സമയത്ത് ഏകദേശം 6-ലധികം ആനകൾ ആ മേഖലയിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഈ രാത്രി ഈ സംഭവം നടക്കുന്ന ഘട്ടത്തിൽ ഏകദേശം 3 ആനയായിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ കാട്ടാനക്കൂട്ടം എത്തിയതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. 6ഓളം ആനകൾ ഈ കൂട്ടത്തിലുണ്ടെന്നാണ് ഷഹദ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്രയും ഈ നാട്ടിലെ ഈ ആനകളൊക്കെ തന്നെ വിഹരിക്കുന്നതിന് യാതൊരു നിയന്ത്രണവും ആന ഏർപ്പെടുത്തുന്നില്ല. ആനയ്ക്ക് തന്നെ സ്വന്തമായ നിയന്ത്രണമില്ല. ആന തോന്നുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു, നഗരങ്ങളിലൂടെ സഞ്ചരിക്കുന്നു. വേണമെങ്കിൽ നാളെ ആന ബസ്സിന് കൈ കാണിച്ചെന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല. പറയൂ ഷഹദ് റഹ്മാൻ. യെസ് എസ്കൈൻ, ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന ആ ദൃശ്യങ്ങൾ ഇന്നലെ വൈകിട്ട് 6 മണിയോടുകൂടി അവിടെ ഇറങ്ങിയിട്ടുള്ള ആനകളാണ്. ഇപ്പോൾ നമ്മൾ അല്പം മുമ്പ് ചേട്ടൻ അയച്ചെന്ന വിഷ്വൽസ് കണ്ടു. അപ്പം സ്ഥിരമായിട്ട് അങ്ങനെ വലിയ രീതിയിൽ ആനകൾ ആ മേഖലയിൽ ഇറങ്ങുന്നതാണോ? ആനയുണ്ട്. ആന വലിയ തോതിലുണ്ട്. നല്ല സെറ്റ്, ഒരുപാട് എണ്ണം ഉള്ള സെറ്റുണ്ട്. ചെറിയ പല ഗ്യാങ്ങായിട്ടാണ് ഇവർ സ്റ്റേറ്റിനകത്തുള്ളത്. സാധാരണ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ തുരത്താറ്? പടക്കം പൊട്ടിക്കല്ലാണ്ട് വേറെ നിർവാഹമൊന്നുമില്ല. ഇന്നലെയും സമാനമായിരുന്നു. അതെ, ഇന്നലെയും എസ്കൈൻ സമാനമായ രീതിയിൽ പടകം പൊട്ടിച്ച് ഈ ആനകളെ തുരത്താനുള്ള ശ്രമം നടത്തുകയായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ ഈ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഇന്നലെ 2 പേരാണ് ഇവർ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്. ആ 2 പേർ 2 സ്ഥലങ്ങളിലായത് താഴത്തും മേലെയുമായിട്ടാണ് ഉണ്ടായിരുന്നത്. 3 ആനയായിരുന്നു ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു ആന, അതായത് ചെറിയ കൊമ്പുള്ള ആനയാണ് ഇവരെ ഓടിച്ചിട്ട് ഇത്തരത്തിൽ ആക്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്ന ബാബുചേട്ടൻ്റെ നില അല്പം ഗുരുതരമാണ്. പൂർണ്ണമായിട്ടും ആരോഗ്യസ്ഥിതി എന്താണ് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല. എസ്കേൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.